പ്രേക്ഷകരെ, നമ്മൾ ഇടുക്കിയിലുള്ള ഒരു അപകട വാർത്തയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ കാർ തൊട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം 4 മൈലിലാണ് അപകടം. തിരുവനന്തപുരം സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, നല്ല കുത്തിറക്കമാണ് എന്ന് തോന്നുന്നു അല്ലേ? ആ കാറ് തലകീഴായി കിടക്കുകയാണ്. ഒരു മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? മധു, ഏലപ്പാറയ്ക്ക് സമീപം 4 മൈലിൽ രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. മലയോര ഹൈവേ ആണ്, നല്ല റോഡായതുകൊണ്ട് ആളുകളൊക്കെ നല്ല വേഗതയിൽ പോകുന്ന ഒരു റോഡ് കൂടിയാണ്. പക്ഷേ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഡിവൈഡറുകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുകയും ചെയ്യുന്നത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണമെന്നും അവർ പറയുന്നുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായും നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴേക്ക് മറിയും. ഇതിപ്പോൾ പെരിയാറിൻ്റെ ഒരു കൈവഴി കൂടിയാണ്. അത്യാവശ്യം ഒഴുക്കുള്ള ഒരു തോട്ടിലേക്കാണ് വാഹനം മറിഞ്ഞിരിക്കുന്നത്. ഈ ശബ്ദം കേട്ടുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അതിഥി തൊഴിലാളികൾ നാട്ടുകാരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ആളുകളെ പുറത്തെടുക്കുമ്പോൾ തന്നെ ഒരാൾ മരിച്ചിരുന്നു എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം വെള്ളറട സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ്. ആകെ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞടക്കമുള്ള 5 പേരാണ്. അതിൽ ഒരാളാണ് മരിച്ചിരിക്കുന്നത്. ഒരാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. നിലവിൽ 5 പേരെയും പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രാഥമിക ചികിത്സ നൽകി വരികയാണ്. അതിനുശേഷമാണ് ഈ പരിക്ക് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. അതുകൂടാതെ രാവിലെ മലയോര മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയും പെയ്യുന്നുണ്ട്. അതും അപകട കാരണമായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം അതിവേഗത്തിൽ നടന്നുകൊണ്ട് കൂടുതൽ ആളുകളെ വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാനായി എന്നാണ് പറയുന്നത്. അപ്പോഴും ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. മാധു, ഏലപ്പാറയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്ര താഴ്ചയിലേക്കാണ് ആ വാഹനം വീണു പോയിരിക്കുന്നത് എന്നുള്ളത്. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം. വാഹനം പുറത്തെടുക്കുമ്പോൾ തന്നെ, രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ ഒരു മരണം ഉണ്ടായിരിക്കുന്നു എന്നതും പറയുന്നു.